നമ്മൾ ഒരു അറബിക് ഡിഷാണ് ഉണ്ടാക്കുന്നത്, ഹമൂസും ഗ്രിൽ ചിക്കനും. അപ്പോൾ ഹമൂസിൻ്റെ അകത്ത് നമ്മൾ ഒരു തഹീനി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ തഹീനി നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല പൈസ കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതും ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ മയോണൈസ് കൊടുക്കുമല്ലോ. മയോണൈസ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല കേട്ടോ. അപ്പോൾ അതിനേക്കാളും ഒത്തിരി നല്ല സാധനമാണ് ഹമൂസ്. നമ്മളിത് വൈറ്റ് ചിക്കി വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെൽത്തി വൈസായിട്ട് നോക്കുവാണെങ്കിൽ ഹമൂസും ഗ്രിൽ ചിക്കനും ഒത്തിരി നല്ലതാണ്. എന്ന് വെച്ചാൽ ഗ്രിൽ ചിക്കനിൽ നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഒരു പ്രഷർ കുക്കറിലേക്ക് 250 ഗ്രാം വൈറ്റ് ചിക്പിയാണ്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. അത് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. 1 പിഞ്ച് ബേക്കിംഗ് സോഡ, കുറച്ച് സോൾട്ട്, ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വൈറ്റ് ചിക്പി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉടയാൻ പാടില്ല. അതുപോലെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് തൊലിയൊക്കെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ ഈ ചിക്പിയുടെ തൊലി റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇതേപോലെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെക്കാം. കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കുമ്പോൾ ഇതിൽ നിന്ന് തൊലികളൊക്കെ ഇങ്ങനെ ഇളക്കി വരും കേട്ടോ. ഇതേപോലെ ഈ ഇളകി വരുന്ന തൊലി ഇങ്ങനെ ഇളകി വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് അരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളകി വരുമ്പോൾ തന്നെ ഇതങ്ങോട്ട് നമുക്ക് മാറ്റാം കേട്ടോ. ഇതേപോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് തൊലി നമുക്ക് ഈ തൊലിയുടെ ആവശ്യമില്ല. മുസ്ലിം ചേർക്കാൻ വേണ്ടി നമുക്ക് തഹീനി വേണം കേട്ടോ. തഹീന എന്നൊക്കെ പറയും. അതിനായിട്ട് അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അതല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 50 ഗ്രാം വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു പാനിലേക്ക് ഇടാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. വറക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു കൂട്ടാം. അപ്പോൾ ഇത് ചെറിയൊരു ബ്രൗൺ നിറം ആയിട്ടുണ്ട്. കാണുന്നില്ലേ? ഇനി നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കണം. ഇതേപോലെ ഇത് ചൂടാറട്ടെ. ഇനി ഈ വറുത്ത് വെച്ചേക്കുന്ന എള്ള് ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ ഇറങ്ങി വരും കേട്ടോ. ബൗളിലേക്ക് ഇടുമ്പോൾ ബൗളിൻ്റെ അകത്ത് വെള്ളമൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് എണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു കട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര ലൂസല്ല, ഒരു ക്രീമി ടെക്സ്ചറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആട്ടോ വരണ്ടേ. ഇതേപോലെ ആട്ടോ ഇരിക്കുന്നത്. ഇങ്ങനൊരു ക്രീമി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിപ്പി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് അരയ്ക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. പിന്നീട് ഇത് അരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പിന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരയ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പം അത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് പിന്നീട് അരയ്ക്കുന്നത് കേട്ടോ. അപ്പം ആദ്യമേ വെള്ളം ഇല്ലാതെ കുറച്ച് ഇട്ടിട്ട് ഇത് എല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പം വെള്ളം ഒന്നുമില്ല കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ചും കൂടെ ഇത് ലൂസായിട്ട് കിട്ടണം. അപ്പോൾ അതിലേക്ക് ഈ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു തൈര് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ 2 വെളുത്തുള്ളി കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 ഇടുന്നുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 1 ഇട്ടേച്ചാൽ മതി. അരച്ചു വെച്ചിരിക്കുന്ന ആ തഹീനിയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇത് ഫുള്ളായിട്ട് തന്നെ വടിച്ചങ്ങോട്ട് ഇടാം കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നല്ല പേസ്റ്റ് കണക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ.
ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇതേപോലെ വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കണം. എന്നിട്ട് നല്ല കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറമേയൊക്കെ വെള്ളം ഉണ്ടാവും, കഴുകിയതല്ലേ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ ഒരു നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇതെടുക്കണം. ഇതിലേക്ക് ക്രഷ് ചെയ്ത പെപ്പർ ചേർക്കാം, ഉപ്പ്, കുറച്ച് ഒലിവ് ഓയിൽ. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 8 ഗാർലിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടികല്ലെ വെച്ചിട്ടൊന്ന് ചതച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ, ഇതിപ്പോൾ എത്ര സമയം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ലത്. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് ആ ചിക്കൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ഡാർക്ക് സോയ സോസ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തവ ഇതുപോലത്തെ ഗ്രിൽ തവ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാം, അല്ലെങ്കിൽ നോർമൽ തവയിലുണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിട്ട് ഒരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണേണ്. എന്നിട്ടത് എല്ലാ വശത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ലപോലെ ലോ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം കേട്ടോ. എന്നുവെച്ചാൽ ഇത് നമ്മൾ വലിയ പീസസ് അല്ലേ, അപ്പോൾ ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സോയാ സോസും ഹണിയും കൂടെ ചേർത്തുണ്ടാക്കിയൊരു സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നങ്ങ് മാറ്റാം. ഇതേ ഒരു ടെക്സ്റ്റല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹമ്മൂസും ഗ്രിൽ ചിക്കനൊക്കെ കണ്ടില്ലേ, നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഗ്രിൽ ചിക്കനിലാണെങ്കിൽ നമ്മൾ മസാലയൊന്നും ചേർക്കുന്നില്ല. ഒത്തിരി നമ്മുടെ വയറിനൊക്കെ ആണെങ്കിലും നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഒത്തിരി നല്ലതാട്ടോ. ഇതിപ്പോൾ ഞാൻ തവ വെച്ചാൽ ഉണ്ടാക്കിയത്. നമുക്കിത് വെച്ചിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ കനലിൽ വെച്ചിട്ട് കനലിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.